വെബ് പേജുകളും അതുപോലെ വെബ് ആപ്ലിക്കേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ ഉപയോഗിക്കുന്നവർക്ക് സാധാരണയായിട്ട് സംഭവിക്കാറുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് മിക്കവാറും ഫ്രഷേഴ്സിനാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എൻ്റെ സ്ക്രീന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വളരെ ചെറിയ കോഡുകളുള്ള ഒരു HTML പേജും അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റൈൽ ഷീറ്റ് കോഡും കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ HTML ഫയൽ എടുത്തിട്ട് ഇതിനൊന്ന് റൺ ചെയ്യുന്നതാണ്. റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ F5 കീ കൊടുക്കാം, അല്ലെങ്കിൽ റണ്ണിൽ സ്റ്റാർട്ട് ഡിബഗിങ് കൊടുക്കാം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്, കാണാൻ പറ്റുമല്ലോ. പിന്നെ ഞാനത് ക്ലോസ് ചെയ്ത് സ്റ്റോപ്പായി. ഇനി ഞാനിവിടെ എക്സ്പ്ലോർ എടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ മൈ സ്റ്റൈൽ എന്ന് പറയുന്ന CSS ഫയൽ, ആ CSS ഫയൽ എടുത്തിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ റൺ ചെയ്ത് പോകുന്നത്. അതായത് HTML പേജ് അല്ലാതെ മറ്റേത് ഫയലാണെങ്കിലും, അത് സ്റ്റൈൽ ഷീറ്റ് ആവാം, ജാവാസ്ക്രിപ്റ്റ് ഫയലുകളാവാം, ഏത് ഫയലാണെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ റൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അബദ്ധവശാൽ റൺ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. വെബ് ആപ്പ് ക്രോം ഇനി നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലുള്ളൊരു പേജ് ആയിരിക്കും. അതായത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കൂടെ ഇവിടെ VS കോഡ് എന്നുള്ള ഒരു എക്സ്ട്രാ ഫോൾഡർ കൂടെ വന്നിട്ടുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇഷ്യൂ വരുന്നത്, ആ നേരത്തെ കണ്ട ഒരു ഇഷ്യൂ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇനി ഞാൻ നമ്മുടെ HTML പേജ് എടുത്തിട്ട് റൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലെ സൈറ്റ് കനോട്ട് ബി റീച്ച്ഡ് എന്നുള്ള ഒരു എറർ മെസ്സേജാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന VS കോഡ് എന്ന് കാണുന്ന ആ ഒരു ഫോൾഡർ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഡിലീറ്റ് ചെയ്തു. കൺഫർമേഷൻ ചോദിച്ചിട്ടുണ്ട്, മൂവ് ടു റീസൈക്കിൾ ബിൻ. ഇനി നമുക്ക് വീണ്ടും HTML പേജ് എടുത്തിട്ട് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ സംഭവിച്ചതുപോലെ എറർ മെസ്സേജ് നമുക്ക് വരുന്നില്ല, പകരം നമ്മുടെ വെബ് പേജാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു രീതി. ഒരുപാട് രീതികളുണ്ട്, അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതി. മറ്റു രീതികൾ അടുത്ത ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ.